ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 3.5 kVA ലഗ്നുവോ ടർബോ 3500+ എന്ന ഫുൾ കോപ്പർ DSP സൈൻ വേവ് ഇൻവെർട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെ 445 വാട്ട്സിൻ്റെ വിക്രം ഹാഫ് കട്ട് മോണോപെർക് പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് റൂഫിൻ്റെ മുകളിൽ തന്നെ ക്ലാമ്പൊക്കെ ഫിറ്റ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ DC കേബിളാണ് താഴേക്ക് പൈപ്പ് വഴി താഴേക്ക് ഇറക്കിയിട്ടുള്ളത്. ഇവിടെ 6² mm DC കേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നാല് പാനലാണ് 445 വാട്ട്സിൻ്റെ വിക്രം പാനൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻവെർട്ടറിലേക്കുള്ള ഇലക്ട്രിക് ലൈൻ ഇതിലെയാണ് കണക്ഷൻ ചെയ്തിട്ടുള്ളത്. കാരണം ക്ലയൻറ്റിൻ്റെ പ്രകാരമാണ് ഇതിനെ എടുത്തത് കണക്ഷന്. ഇൻവെർട്ടർ വീടിൻ്റെ ടെറസിൻ്റെ ഭാഗത്ത് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ഒരു DC 32 MCB ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആശാ പവറിൻ്റെ നിയോൺ 60 ആണ് ഇവിടെ കൺട്രോളറായി MPPT കൺട്രോളറായി ഉപയോഗിച്ചിട്ടുള്ളത്. മൂന്ന് ബാറ്ററി 36 വോൾട്ട് ആണ് ഈ ഇൻവെർട്ടറിൻ്റെ. അതിനായി 2 നോവ C10 ബാറ്ററിയും ഒരു ലൂമിനസ് ബാറ്ററിയും ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം നോവ C10 ബാറ്ററിയും ഇവിടെ ഒരു 6 മാസം എന്തോ ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഇൻവെർട്ടർ വലുത് ആവശ്യപ്രകാരം മാറ്റി ഒരു ലൂമിനസ് ബാറ്ററി ആഡ് ചെയ്ത് ഈ ലഗ്നുവോ ഫുൾ കോപ്പർ ഇൻവെർട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ടർബോ 3500+ ആണ്. ഇതിലെല്ലാ ഫങ്ഷനും ഉണ്ട്. ഇൻവെർട്ടറിൻ്റെ ഹീറ്റ്, അതിൻ്റെ എത്ര വാട്ട്സാണ് ഉപയോഗിക്കുന്നത്, ആ ഫങ്ഷനും ഫുൾ ഫങ്ഷനുള്ള ഒരു ഇൻവെർട്ടറാണ് ഈ ലഗ്നുവോ ടർബോ 3500+ പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറാണിത്. ഏകദേശം ഇതിൽ 2800 വാട്ട്സ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് നല്ല ഫിനിഷിങ്ങുള്ള ആയിട്ടാണുള്ളത്. ഫ്രണ്ടിൽ തന്നെ ഇൻവെർട്ടറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഇൻഡിക്കേറ്ററും ഉണ്ട്. ഒന്ന് ഇൻവെർട്ടറിൻ്റെ യൂസ്, ഒന്ന് പവർ, പിന്നൊന്ന് വാണിംഗ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ 51 വാട്ട് ലോഡാണ് കാണിക്കുന്നത്. AC ഔട്ട് 220 വോൾട്ടാണ് കൊടുത്തിട്ട് കാണിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ ഹീറ്റ് 47 ഡിഗ്രിയാണ്. DSP സിസ്റ്റമുള്ള സൈൻ വേവ് ഇൻവെർട്ടറാണിത്. നോവ 2 ബാറ്ററിയും ലൂമിനസിൻ്റെ ബാറ്ററിയുമാണ്. ഇപ്പോൾ ചാർജിങ് ആംപിയർ 4.4 ആണ്. കാരണം ബാറ്ററി